പേരുദോഷം തീരാത്ത വിമാന കമ്പനിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. ഗൾഫിൽ നിന്നുമുള്ള യാത്രക്കാരെ പെരുവഴിയിലാക്കുകയും കൊടും ചൂടത്ത് നിർത്തുകയും ഒക്കെ ചെയ്യുന്ന വിമാന കമ്പനി. വിമാനത്താവളത്തിലെ എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ശേഷം വീട്ടമ്മയുടെ യാത്ര എയർ ഇന്ത്യ എക്സ്പ്രസ് തടഞ്ഞു എന്നുള്ളതാണ് പുതിയ പരാതി. അതേസമയം അബുദാബിയിൽ നിന്നും അനുമതി ലഭിക്കാത്തതുകൊണ്ടാണ് യാത്രക്കാരിയുടെ യാത്ര തടയേണ്ടി വന്നതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിശദീകരിക്കുന്നു. നമ്മൾ ബോർഡിങ് കഴിയുന്നു, ഇമിഗ്രേഷൻ കഴിയുന്നു, നമ്മൾ റിലാക്സ് ചെയ്തിരിക്കുന്നു, ആൾക്കാർ ഓൺ ബോർഡ് ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് നമ്മളെ വിളിച്ച് പറയുന്നത്. അതും ഒരു 10 മിനിറ്റ്സേ ഉള്ള ഫ്ലൈറ്റ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്നേരം. അപ്പോൾ അവർ വന്നിട്ട് ഇപ്പം തീരുമാനിക്കണം, ഒന്നുകിൽ നിങ്ങൾ 3 പേർ ഇറങ്ങുക, അല്ലെങ്കിൽ മാമിനെ മാത്രം എടുത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഇത്തിരി മേജർ ആയിട്ടുള്ള എനിക്ക് നിർത്താൻ പറ്റില്ല. ആ സമയത്ത് ഞാൻ മോനെ ഉമ്മച്ചയും വെച്ചിട്ട് എനിക്ക് വരേണ്ടി വന്നു. കാരണം എനിക്ക് പിറ്റേന്ന് മീറ്റിംഗ് ഉണ്ടായി. അവർ പറയുന്ന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ എന്ന്, അബുദാബി ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞു പുള്ളിക്കാർക്ക് UAE പറ്റത്തില്ല, UAE എന്തോ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ മൊമെന്റിൽ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ തിരിച്ചുകൂടെ വരുന്നു. അബുദാബിയിൽ വന്നിട്ട് ഞാൻ ഇമിഗ്രേഷനിൽ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, ആളിന്റെ വിസ സ്റ്റിൽ അലൈവ് ആണ്, പിന്നെ എങ്ങനെയാണ് പ്രശ്നം വരുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ഞാൻ എന്നിട്ട് അവിടെ വേറൊരു സ്റ്റാഫിനോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ മാമിന്റെ അവിടെ നിന്ന് ഗേറ്റിലേക്ക് ബോർഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്, അല്ലാണ്ട് ഇവിടെ നിങ്ങൾക്ക് എൻട്രി ചെയ്യുന്നതിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രശ്നമില്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഷാർജ ഇമിഗ്രേഷൻ സെന്ററിൽ പോയിട്ടുണ്ട്, ദുബായിൽ പോയിട്ടുണ്ട്, 2 സ്ഥലത്തും പോയിട്ട് അവിടെ 2 പേരും ഒരു കുഴപ്പമില്ല എൻട്രി ചെയ്യാന്ന് പിന്നെയും പറഞ്ഞ ബേസ് ചെയ്തിട്ട് ഞാൻ ഒരിക്കൽ കൂടി അബുദാബി തന്നെ പോയി, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. അപ്പോൾ അവർ എന്നോട് ചോദിക്കുന്നത്, നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങൾക്ക് ബ്രെയിൻ ഇല്ലേ, നിങ്ങൾക്ക് ബ്രെയിൻ യൂസ് ചിന്തിക്കാൻ പാടില്ലായോ? കാരണം വിസയുള്ള ഒരാൾക്ക് നമ്മൾ വിസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഇഷ്യൂ ഉണ്ടാവില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ വിസ നമ്മൾ ഓൾറെഡി അവർ കൊടുക്കാതിരിക്കുകയാണ് പതിവ്. ജാസ്മിൻ മുബാറക്കിന്റെ മാതാവ് ആബിദ ബീവിയുടെ യാത്രയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് മുടക്കിയത്. വെഞ്ഞാറമൂട് സ്വദേശിയായ ആബിദ ബീവിയും ജാസ്മിൻ മുബാറക്കും മകൻ ഫർസൽ നിഷാനും തിരുവനന്തപുരത്തു നിന്നുമാണ് യാത്ര ചെയ്യേണ്ടിയിരുന്നത്. ഓഗസ്റ്റ് 1 രാത്രി 8:30 എയർ ഇന്ത്യ എക്സ്പ്രസ് IX 537 അബുദാബിയിലേക്ക്. വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ നടപടികളെല്ലാം പൂർത്തിയായ ശേഷമാണ് ആബിദ ബീവിക്ക് യാത്ര ചെയ്യാനാകില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചത്. വിമാനം പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് അബുദാബിയിൽ നിന്നും ക്ലിയറൻസ് ലഭിച്ചില്ലെന്നായിരുന്നു വിശദീകരണം. ഓൾറെഡി നമ്മൾ വിസ ഇഷ്യൂ ചെയ്തു, നിങ്ങൾ ബോർഡിങ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നത് ഇറ്റ്സ് പ്യോർലി എയർലൈൻസിന് ഇഷ്യൂ ആവാനാണ് ചാൻസ്, നമുക്ക് ഏതൊരു ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ റിസ്ക് എടുക്കാൻ മേലാത്തത് കൊണ്ട് നെക്സ്റ്റ് ടൈമിൽ ഞാൻ ഇൻഡുഗയിലേക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് ഈ പ്രോബ്ലം ഉണ്ടായത്. അപ്പോൾ ഇൻഡുഗയിൽ എടുക്കുന്നു, അത് ഷാർജ ആയിരുന്നു. ഷാർജയിലേക്ക് അവർ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് ഇന്നലെ ഞാൻ റെക്ടിഫൈ ചെയ്തിട്ട് ഇന്നലെ വൈകുന്നേരം കയറി ഇന്ന് രാവിലെ അവർ ലാൻഡ് ചെയ്തു. പക്ഷേ ഇത് പറയുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ഈ ഒരു 3 ഡേയ്സ് ഞാൻ അനുഭവിച്ച ഒരു മെന്റൽ സ്ട്രെസ് ഉണ്ട്. കാരണം എൻ്റെ ഗ്രാൻഡ് മദറിന് സുഖമില്ലാതിരിക്കുകയാണ്. അപ്പോൾ മദറിന് അതിൻ്റെ ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട്, മോൻ്റെ സ്കൂളിൻ്റെ പ്രശ്നമുണ്ട്, ലഗേജസ് എല്ലാം അപ്പുറം ഇപ്പുറം കുറേ നമ്മുടെ ചേഞ്ച് ആയി. നമ്മൾ ഒരുമിച്ച് നമ്മൾ ലഗേജ് ഇട്ടപ്പോൾ ഞങ്ങൾ 3 പേരുടെ ലഗേജ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ പോയി. മോൻ്റെ കുറേ ബുക്സ്, നമ്മുടെ ലാപ്ടോപ്സിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ചാർജർ വേറെ ബാഗിനകത്തായിരിക്കാം, ഡ്രസ്സസ് അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ആവാം, അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് വന്നിട്ടുണ്ടായി. അമ്മയെയും മകനെയും വിമാനത്താവളത്തിലാക്കി ജാസ്മിൻ ഒറ്റയ്ക്കാണ് അബുദാബിയിലേക്ക് യാത്ര ചെയ്തത്. അബുദാബിയിലും ദുബായിലും ഷാർജയിലുമെല്ലാമായി അന്വേഷിച്ചെങ്കിലും ആബിദ ബീവിക്ക് യാത്രാവിലക്കുള്ളതായി എവിടെ നിന്നും ഒരു രേഖയും കിട്ടിയില്ല. ഇത് ഓൾറെഡി വിസ ഓണാണ്, ഇത് ആക്റ്റീവ് വിസയാണ്, ഒരു പ്രശ്നമില്ല, എന്തുകൊണ്ട് തിരിച്ചുവിട്ടെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വേറെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ എയർ ഇന്ത്യയുടെ അവിടുത്തെ കൗണ്ടർ, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൗണ്ടറിൽ ചോദിക്കുമ്പോൾ അവർ അതിന് ക്യാൻസലേഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗേറ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ ബോർഡിംഗ് പാസും ഇമിഗ്രേഷൻ കൗണ്ടറിൽ കിട്ടിയ സ്ക്രീനും എൻ്റെ ആക്റ്റീവായിട്ടുള്ള വിസ ഉള്ളപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഗേറ്റിൽ നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന ഒരാളിനെ അവരുടെ ബോർഡിംഗ് ചെയ്തിട്ടില്ല, ഗേറ്റിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഗേറ്റ് വിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എയർ ഇന്ത്യ എക്സ്പ്രസിന് ജാസ്മിൻ ഇമെയിൽ അയച്ചെങ്കിലും ഇതുവരെ മറുപടിയും ലഭിച്ചില്ല. അവിടുന്ന് ഒരു കോള് അല്ലെങ്കിൽ ഒരു മെയിൽ റെസ്പോൺസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ കറക്റ്റ് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഇഷ്യൂ എന്നുള്ളത് എനിക്കൊരു ഡോക്യുമെന്റ്സ് തരാം. കാരണം ഇൻ ഫ്യൂച്ചർ നിങ്ങളിപ്പം എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയണു, നാളെ ഞാൻ ടിക്കറ്റ് എടുക്കുവാണ്, അവർക്ക് വരാൻ പറ്റില്ല എന്നൊരു ഇഷ്യൂ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ഡോക്യുമെന്റ്സ് തരണം എന്നുള്ള ലെവലിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനൊരു റെസ്പോൺസ് ഒന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എയർ ഇന്ത്യക്കാരെ എനിക്ക് അറിയാവുന്ന ആളോട് കോൺടാക്ട് ചെയ്യുമ്പോൾ പറയുന്നത് ഡയറക്റ്റ്ലി അവർക്ക് അബുദാബി എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ ആയിരുന്നു എന്നാണ്. പക്ഷെ അബുദാബിയിലും ദുബായിലും UAE ഫുള്ള് പറയുന്നു അങ്ങനെ അല്ലാന്ന്.
വിമാന കമ്പനി ജീവനക്കാരുടെ പെരുമാറ്റവും ഇടപെടലും മോശമായിരുന്നുവെന്ന പരാതിയും ഈ കുടുംബത്തിനുണ്ട്. ഏറെ നേരം കാത്തുനിന്ന ശേഷമാണ് ആബിദ ബീവിക്കും ഫർസലിനും ലഗേജ് തിരിച്ചു കിട്ടിയത്. വീട്ടിലേക്ക് തിരിച്ചുപോയ ബന്ധുക്കളെ വിളിച്ചു വരുത്തേണ്ടതായും വന്നു. തിരിച്ച് ഇമിഗ്രേഷനിൽ വന്ന് ലഗേജിന് വേണ്ടി വരുമ്പോൾ അവിടെ നിന്ന് 3-4 സ്റ്റാഫുകൾ എല്ലാം കൂടെ അങ്ങ് ചേർന്ന് റീസൺ ഇല്ലാതെ എന്തുകൊണ്ട് ഇതിങ്ങനെ വന്ന് അവിടെ എന്തോ പറഞ്ഞു നേക്കണം. അപ്പം വിസയുടെ കോപ്പി ചോദിച്ചു. കോപ്പി ചോദിക്കുമ്പം മോളെ മൊബൈലില്ല. അമ്മ ഹോസ്പിറ്റലൈസായതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ കോപ്പിയൊന്നും കൊടുക്കാൻ പറ്റിയില്ല. മൊബൈലിൽ മോളെ മൊബൈലായിരുന്നു. ഞങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് ഇട്ടുതരാൻ പറഞ്ഞപ്പോൾ മോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. അപ്പം അത് തിരിച്ച് നമുക്ക് എടുക്കാനും പറ്റിയില്ല, അത് കാണിക്കാനായിട്ട്. അപ്പോൾ അവർ അപ്പോഴും അവിടുത്തെ സ്റ്റാഫുകൾ പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബോർഡിംഗ് പാസ് കിട്ടൂല, ഇമിഗ്രേഷൻ ക്ലിയർ ആകില്ല, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നാണ് അവർ ഞങ്ങളോട് തിരിച്ച് ഇങ്ങനെ ചോദിച്ചു. ഞങ്ങൾ ചുരുക്കം പറഞ്ഞാൽ 8:30 ഫ്ലൈറ്റ് പോയി കഴിഞ്ഞ് ഞങ്ങൾ 10 മണിയായി ഞങ്ങൾക്ക് ആ ലഗേജ് കിട്ടാനായിട്ട്. അത്രയും നേരം നമ്മളവിടെ കണ്ട് വെയിറ്റ് ചെയ്തു. ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് പോയ വണ്ടി പിന്നെ നാട്ടിൽ തിരിച്ചു വന്നാൽ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റുന്നത്. ഇത്തിരി പ്രശ്നങ്ങളിൽ നമ്മൾ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ട്. കാലങ്ങളായി ഷാർജയിൽ താമസിക്കുന്നവരാണ് ജാസ്മിനും കുടുംബവും. പലതവണ കേരളത്തിലേക്കും തിരിച്ചും യാത്ര ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയൊരു ദുരനുഭവം. 2 ദിവസത്തിന് ശേഷം ഇൻഡിഗോ വിമാനത്തിൽ ആബിദയും കൊച്ചുമകനും ഷാർജയിലേക്ക് യാത്ര ചെയ്തു. അന്ന് ഇത്തരത്തിലുള്ള ഒരു പരാതിയും തടസ്സങ്ങളും എവിടെയും ഉണ്ടായില്ല. ഇത് ഓൾറെഡി വിസ ഓണാണ്, ഇത് ആക്റ്റീവ് വിസ ആണ്, ഒരു പ്രശ്നമില്ല, എന്തുകൊണ്ട് തിരിച്ചിട്ടെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ അവരുടെ ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ എയർ ഇന്ത്യയുടെ അവിടുത്തെ കൗണ്ടർ, എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ കൗണ്ടറിൽ ചോദിക്കുമ്പോൾ അവർ അതിന് ക്യാൻസലേഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഗേറ്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ ബോർഡിംഗ് പാസും ഇമിഗ്രേഷൻ കൗണ്ടറിൽ കിട്ടിയ സ്ത്രീയിലും എൻ്റെ ആക്റ്റീവായിട്ടുള്ള വിസ ഉള്ളപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഗേറ്റിൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോയ ഒരാളിനെ അവരുടെ ബോർഡിംഗ് ചെയ്തിട്ടില്ല, ഗേറ്റിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഗേറ്റ് വിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനിടെ എയർ ഇന്ത്യ വക്താവിന്റേതായി ഒരു വിശദീകരണക്കുറിപ്പ് പുറത്തുവന്നു. ഏകപക്ഷീയമായി യാത്ര മുടക്കിയിട്ടില്ലെന്നും യാത്രക്കാരി എത്തേണ്ടിയിരുന്ന രാജ്യത്തു നിന്നും ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടിയെന്നുമാണ് വിശദീകരണം. ഇമിഗ്രേഷൻ അനുമതിയില്ലാതെ യാത്രക്കാരിയെ കയറ്റിവിടാൻ കഴിയില്ല. ഇങ്ങനെ ചെയ്താൽ അവരെ പിടികൂടി തിരിച്ചയക്കാമെന്നും പിഴ ചുമത്താമെന്നും ആ വിശദീകരണക്കുറിപ്പിൽ പറയുന്നുണ്ട്. എന്നാൽ പരാതിക്കാരിക്ക് ഇങ്ങനെയൊരു മറുപടി രേഖാമൂലം ഇതുവരെ ലഭിച്ചിട്ടില്ല. മാത്രമല്ല 2 ദിവസത്തിന് ശേഷം ഇതേ യാത്രക്കാരിക്ക് മറ്റൊരു വിമാനത്തിൽ മറ്റൊന്നും ചെയ്യാതെ തന്നെ UAE-യിലേക്ക് യാത്ര ചെയ്യാനും കഴിഞ്ഞു. ഈ വൈരുദ്ധ്യമാണ് ഈ കുടുംബത്തിന് ഇനിയും മനസ്സിലാകാത്തത്. അത് കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ എയർ ഇന്ത്യ എക്സ്പ്രസിൽ ഇനിയും യാത്ര ചെയ്യാമെന്നാണ് ഈ കുടുംബത്തിന്റെ ആഗ്രഹം. ഇല്ലെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസിലുള്ള യാത്ര എപ്പോഴും ഒരു പേടി സ്വപ്നമാകും.